ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചിക്പേട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് സെൻട്രൽ ബാംഗ്ലൂരിലാണ്. നമ്മുടെ മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഫസ്റ്റ് മെട്രോ സ്റ്റോപ്പ് അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ ഇൻ ദ ഗ്രീൻ ലൈൻ. മെട്രോ സ്റ്റേഷൻ ചിക്പേട്ട് മെട്രോ സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മള് ചിക്പേട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫേമസ് ഫോർ ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാനും എസ്പെഷ്യലി ക്ലോത്ത്സ് ആൻഡ് ഓണം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മള് തുടങ്ങുകയാണ് അങ്ങോട്ട്. അപ്പൊ ഗൈസ് നമുക്കൊരു വ്യൂ കാണാം. നമ്മുടെ മെട്രോ സ്റ്റേഷൻ സ്ട്രീറ്റ് എക്സിറ്റ് ചെയ്ത് വന്നപ്പോ കണ്ട വ്യൂ ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ സ്ട്രീറ്റ് ഫുഡ് ബ്ലോഗിലും പറഞ്ഞതാണ്, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും അതിനെക്കാട്ടിയും തിരക്കുണ്ട്, വമ്പൻ തിരക്കാണ്. യെസ്, അപ്പൊ ഞാൻ തിരക്ക് കാണിച്ചു തരാം ഇവിടുത്തെ, പ്ലസ് ഒരു വ്യൂവും കാണിച്ചു തരാം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളൊരു വ്യൂ ആണിത്. ചിക്പേട്ട് മാർക്കറ്റിന്റെ അതും കാണിച്ചു തരാം. സോ നമ്മൾ ആദ്യം തന്നെ വന്നപ്പോ നല്ല ദാഹമുണ്ട്. ഏകദേശം മണി 5:30 ആയി കഴിഞ്ഞു. ഒരു ലൈം സോഡ കുടിക്കാം. എന്റെ സ്വീറ്റ് ആൻഡ് സോൾട്ട് സോൾട്ട് മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സോഡ നാരങ്ങ? അടിപൊളിയാണ്. നമ്മള് ലോസ്റ്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എവിടെ നോക്കിയാലും ആളാണ്. ഇവിടെ നിക്കാൻ തന്നെ സ്ഥലമില്ല. ഇവിടെ ക്ലോത്ത്സ് മാത്രല്ല, നമുക്ക് എന്ത് സാധനവും കിട്ടും. നെയിൽ പോളിഷ് है. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇതൊരു ചെറിയ വണ്ടിയിൽ കുറെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. ഞാനൊരു നെയിൽ പോളിഷ് ഷെയ്ഡ് തപ്പുവാണ്. ഇതിവിടെ കിട്ടുമെന്ന് നോക്കട്ടെ. അത്യാവശ്യം നല്ല ബ്യൂട്ടി ഐറ്റംസിന്റെ കളക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടുന്നില്ല. നമുക്കിനി എന്തായാലും അങ്ങോട്ട് നോക്കാം. കിतना है? 20. वो ब्लैक दीजिए. ब्लैक होना. കൊള്ളാല്ലേ? 100 രൂപ. നല്ലൊരു ടോട്ട് ബാഗ് എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കൊള്ളാൻ തോന്നുന്നു. വലിപ്പമുണ്ട്. ഇത്രയും വേണ്ട സൈസ് മതി. ഗൈസ്, സോ ഞാനിത് മേടിച്ചു 100 രൂപയ്ക്ക്. നല്ലൊരു ടോട്ട് ബാഗ്. പ്രൊജക്ടർ, വീഡിയോ AI എൻലാർജർ, മൊബൈൽ ഫോൺ, വീഡിയോ ആംപ്ലിഫയർ, പോർട്ടബിൾ ഫോൺ. ഇത് നമ്മൾ ഫോണിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു സാധനത്തിൽ നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണാൻ പറ്റും. വീട്ടിലൊരു പ്രൊജക്ടർ സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വെർത്താണെന്ന് തോന്നുന്നു. കിട്ടുന്ന 150 റുപ്പീസാണ്. അപ്പോൾ ഗൈസ്, 100-ൽ നിന്ന് നമ്മൾ 150-ലോട്ട് ട്രാൻസിഷൻ ചെയ്തു. ഈ കടയിൽ ഏതൊരു ട്രാക്ക് പാൻസ് അല്ലെങ്കിൽ ഷോർട്ട്സ് എടുത്തു കഴിഞ്ഞാലും 150 റുപ്പീസ് മാത്രമാണ്. യെസ്, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അങ്ങനെ ഗൈസ്, നെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 230ക്ക് നമുക്ക് കിട്ടി.
ഗൈസ് ഈ സ്റ്റോഴ്സിലെ ഷോൾസിന് വെറും 50 രൂപ മാത്രമാണ്. എനിക്ക് ഈ കളർ കണ്ട് ഒത്തിരി ഇഷ്ടമായി, സോ ഞാനിത് മേടിക്കുകയാണ്. 50 രൂപ. ഒരുപാട് കളേഴ്സും പാറ്റേൺസും ഉണ്ട്. സിമ്പിളായിട്ടും പാറ്റേൺ ഉള്ളതും അടിപൊളി. ഇത് വാങ്ങിച്ചു. कितना है? 150. अच्छा ले ले मैडम. ट्राई. 150. ഗൈസ് LCD എഴുതി പഠിക്കാനുള്ള ബോർഡ്. നമ്മുടെ പണ്ടത്തെ സ്ലേറ്റ് ആണ് ഓർമ്മ വരുന്നത്. 150 റുപ്പീസ്. ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ്. കൊള്ളാല്ലേ? ചിന്നിക്ക് വാങ്ങിയാലോ? മേടിക്കട്ടാ? സോ ഗൈസ് ഇതും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് 120ക്ക് വാങ്ങിക്കുവാണ്. അതുപോലെ ഇവിടെ തുണി മാത്രമല്ല, അതല്ലാണ്ട് നമുക്ക് ബെൽറ്റ്സ്, ആക്സസറീസ്, ബ്യൂട്ടി ഐറ്റംസ്, പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള സൈക്കിൾസ്, ബാഗ്സ്, അങ്ങനെ ഒരുപാട് തരം സ്ട്രീറ്റ് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചത് ചിക്പേട്ട് ക്ലോത്ത്സിന് വേണ്ടി മാത്രമായിരിക്കും ഫേമസ് എന്ന്, പക്ഷേ ഇവിടെ വന്നപ്പോൾ കിട്ടാത്ത സാധനം ഇല്ല. നൈറ്റീസ്, ബെൽറ്റ്സ്, ഷർട്ട്സ്, പിന്നെ അതുകൂടാതെ ഡെക്കോർ ഐറ്റംസ്, ഒരുപാട് അങ്ങനെ ഫാൻസി ഐറ്റംസ്, ഇഷ്ടം പോലെ കടകളുണ്ട്. ഭയങ്കര ചീപ്പ് റേറ്റ്സിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഗൈസ് നമുക്ക് പ്ലാന്റ് ചെയ്യാനുള്ള ചെടിച്ചട്ടികൾ 3 പീസ് 100, 3 പീസിന് 100 രൂപ മാത്രം. ബക്കറ്റ്സ്, മൊറം, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ബൗൾസ് എല്ലാം ഉണ്ട്. സ്റ്റീൽ പാത്രങ്ങളുണ്ട്, ബോട്ടിൽസ് ഉണ്ട്, കിച്ചൺ ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്കിവിടെ റെഡിമെയ്ഡ് തുണികൾ മാത്രമല്ല, നമ്മുടെ റെയിൻ കോട്ടിൻ്റെ മെറ്റീരിയൽ, പിന്നെ ഷീറ്റ്സ്, പായ പോലത്തെ മെത്തയിലിടുന്ന നെറ്റുകൾ എല്ലാം അവൈലബിൾ ആണ്. ഈ വാച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഫിക്സ്ഡ് 210 രൂപ ഫിക്സ്ഡ് റേറ്റ് ആണ് ഈ വാച്ചസ് ഒക്കെ. कितना है? 100 रुपीस. ചെറുതാണോ? ഓ ലുക്ക് തന്നെ. അത് വെറും 100 റുപ്പീസ് ആയിരുന്നു, പക്ഷേ എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ, ഭയങ്കര ചെറുതായിപ്പോയി. വലുത് കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലുതുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നോക്കിയേ, സ്വെറ്റേഴ്സും അവർ 100 റുപ്പീസിന് വിൽക്കുന്നുണ്ട്. അതുകൂടാതെ കുറേ ഫെയറി ലൈറ്റ്സ്, LED ലൈറ്റ്സ്, അടിപൊളിയാണ് ഗൈസ് ഇവിടെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ബ്രാൻഡഡ് അല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. സോ നമ്മുടെ ഈ തിരക്കും പിന്നെ ഈ ഇതിൻ്റെ ഇടയിൽ കൂടി വണ്ടികളും വരുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെയൊക്കെ റോഡും പണി നടക്കുന്നുണ്ട്. ഈ ഡോറിലൊക്കെ ഇടാൻ പറ്റിയ ഡെക്കോർ ഐറ്റംസ് ആണിത്. വാളിലും ഡോറിലൊക്കെ ഒരുപാട് സ്റ്റിക്കേഴ്സും, ചെറിയ ചെറിയ ഗ്ലോ ഇൻ ദ ഡാർക്ക് സ്റ്റിക്കേഴ്സ്, ബട്ടർഫ്ലൈസ്, അടിപൊളി. ഇവിടെ ഒരു ഷോപ്പിൽ കയറി സാരി നോക്കണം. സോ നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? कितना है? 1100. कितना है? 1200.
Magnet yellow color. Silver and gold. Yellow is gold. ये नीचे का बॉर्डर हाँ. ये ले लेते हैं. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുദർശൻ ഫാമിലി സ്റ്റോറിലാണ്. സോ ഇവിടെ ഒരുപാട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ് റേഞ്ച് തന്നെ അവർ ഓരോ സെക്ഷനും നെയിം ചെയ്ത് 800, 700 തൊട്ടാണ് തുടങ്ങുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സുദർശൻ സ്റ്റോഴ്സ് ഫാമിലി സ്റ്റോഴ്സിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ചിക്പേട്ട് മാർക്കറ്റിൻ്റെ ഒരു 1/4 കവർ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഏകദേശം നല്ലോണം ഇരുട്ടി കഴിഞ്ഞു. ആൻഡ് ക്രൗഡിന് ഒരു കുറവുമില്ല. നല്ല തിരക്ക് ഇപ്പോഴും ഉണ്ട്. സൺഡേയും കൂടെ ആയതുകൊണ്ടാണ്. നമുക്കിനി കുറച്ചുകൂടി ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കണം. ഗൈസ്, ഇത്രയും ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തളർന്നപ്പോൾ ഇവിടെ നല്ല ചൂട് സമോസ, ബാദുഷ, പാൽഗോവ, അങ്ങനത്തെ കുറേ സ്വീറ്റ്സും കേക്ക്സും സ്നാക്സും ഒക്കെ സെർവ് ചെയ്യുന്നൊരു കട കണ്ടു. സോ നമ്മളിവിടെ നിന്ന് സമോസ ട്രൈ ചെയ്യാൻ പോവാം. 2 സമോസ. കടയുടെ പേര് സവേര ഹോട്ടൽ. സോ സവേര ഹോട്ടലിലെ സമോസ. കൊള്ളാം ഗൈസ്, നല്ല ക്രിസ്പി, ചൂടായിട്ട് നല്ല ഫില്ലിങ്ങുമാണ്. അടിപൊളി. അപ്പോൾ ഗൈസ്, ബാദ്ഷായാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഇത് പാൽഗോവ പേട പോലത്തെ ഒരു സാധനമാണ്. അത് നമുക്ക് കഴിച്ചു നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ ചിക്പേട്ടിൻ്റെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് സെയിൽ ചെയ്യുന്ന ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഫുള്ളാണ് നമ്മുടെ ചീപ്പായിട്ടുള്ള എല്ലാ തരത്തിലും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പല കാര്യങ്ങളും ഉണ്ട്. നല്ല തിരക്കാണ് ഗൈസ്. അതുകൊണ്ട് നമ്മളൊരു ക്ലൂ ഇല്ലാതെ നിൽക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഗൈസ്, സോ നമ്മൾ ചിക്പേട്ടിൻ്റെ 2/4 എങ്കിലും കവർ ചെയ്തു എന്ന് പറയാം. 50% കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോപ്പിംഗ് ചെയ്തു, കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. നമുക്ക് ചീപ്പായിട്ടും അഫോർഡബിൾ ആയിട്ടും നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ഇവിടെ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോത്തിങ് മാത്രമല്ല, ഇവിടെ ഒരുപാട് നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് പാത്രങ്ങളായാലും ആക്സസറീസ് ആയാലും ഫാൻസി ഐറ്റംസ് ആയാലും ഷൂസ്, ബാഗ്സ്, ബെൽറ്റ്സ്, എല്ലാ സാധനങ്ങളും
A to Z ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ട ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു ചാലയുടെ ഒരു എൻലാർജ്ഡ് വേർഷൻ ആണ്. ആടിപ്പൊളിയാണ്. നമുക്ക് കിട്ടിയ സമയം ഇതുപോലത്തെ ഡ്രസ്സസ് ആയാലും അതുപോലത്തെ കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ബാംഗ്ലൂരിൽ ചിക്പേട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. യെസ്. സോ നമുക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സമയം ഏകദേശം 8:30 ആയി കഴിഞ്ഞു. നമ്മൾ 4:30-5 മണിയോടെ ഇവിടെ എത്തിയതാണ്. 3 മണിക്കൂർ കൊണ്ടൊന്നും ഇവിടെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അൺബിലീവബിൾ. പിന്നെ ജനറൽ ഒപ്പീനിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്പേട്ടിലെ ക്ലോത്തിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ത്യൻ വെയർ ആയിട്ടും എത്നിക് വെയർ ആയിട്ടും വെസ്റ്റേൺ വെയർ ആയിട്ടും ലേഡീസ് കളക്ഷൻ ഒരുപാടുണ്ട്. സാരി ഷോപ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാടുണ്ട്. പക്ഷെ ജെൻസ് മെയിൽസിനുള്ളത് അപൂർവം 1-2 ഷോപ്സേ നമ്മൾ സ്പോട്ട് ചെയ്തുള്ളൂ. ഇനി ചിലപ്പോൾ നമ്മൾ 50% ഏരിയ കവർ ചെയ്തേ ഉള്ളൂ. അതിനകത്ത് ഉണ്ടാവില്ല. മേ ബി അടുത്ത സൈഡിൽ ഉണ്ടാവും. ബട്ട് നമ്മൾ ജനറലി ഇന്നത്തെ വ്ളോഗിൽ സ്പോട്ട് ചെയ്തതിൽ കുറവായിരുന്നു മെൻസ് കളക്ഷൻസ്. സോ ഇതാണ് നമ്മുടെ ജനറൽ ഒപ്പീനിയൻ. യെസ്. സോ എന്തായാലും ബാംഗ്ലൂർ വരുമ്പോൾ ചിക്പേട്ട് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. ഷോപ്പിംഗ് ചെയ്യാനും കുറച്ച് ഈവനിങ് ഷോപ്പിംഗ് ഹാൾ, സ്ട്രീറ്റ് ഷോപ്പിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ട് തന്നെയാണ് ചിക്പേട്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് കീപ് സപ്പോർട്ടിങ് ലസ്ക വ്ളോഗ്സ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.